അപ്പൊ ആക്ടർ ബാലയ്ക്കെതിരെ നിർണായക ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് പുറത്തുവിട്ടത് മറ്റാരുമല്ല, പുള്ളിക്കാരന്റെ മുൻ പങ്കാളിയായിട്ടുള്ള എലിസബത്ത് ഉദയനാണ്. സംഭവം മറ്റൊന്നുമല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് താൻ കിടന്നുറങ്ങുന്ന കിടപ്പ് മുറിയിലേക്ക് ബാല ഒരാളെ കൊണ്ടുവന്നെന്ന് ആരോപിക്കുന്ന ഒരു വീഡിയോ ആണ് എലിസബത്ത് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 50 സെക്കൻഡിനടുത്തോളം ഉണ്ട് അതിന്റെ ഡ്യൂറേഷൻ. താൻ ഹാഫ് ഡ്രസ്ഡ് ആയി കിടന്നുറങ്ങുന്ന കിടപ്പ് മുറിയിൽ ബാല മറ്റൊരു പുരുഷനുമായി കടന്നു വന്നതിനെ തുടർന്ന് താൻ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പാണിതെന്നാണ് ഫേസ്ബുക്കിലൂടെ എലിസബത്ത് പറയുന്നത്. നമുക്ക് എന്തായാലും ആ വോയിസ് ക്ലിപ്പിലെ ഭാഗം ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ജേക്കബ് ചേട്ടാ 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ, അല്ല വലിഞ്ഞേറി വന്നല്ല. ശരി 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 നാവിടെ അളക്കണം. ഓക്കെ, ഇതിൽ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പകുതി വ്യക്തതയിലാണല്ലോ വോയിസ് ഉള്ളത്. ഇതിലെന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം ഇവിടെ ബാല പറയാണ് നീ പുറത്തു പോയിരിക്കുകയെന്ന്. അപ്പൊ അന്നേരം എലിസബത്തിന്റെ മറുപടി, ജേക്കബ് ചേട്ടാ 1:30 ബെഡ്റൂമിൽ കയറുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പോൾ സമയം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ജേക്കബ് എന്നുള്ളത് ബാലയുടെ കൂടെ വന്ന ആളുടെ പേരായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇത് കേട്ട ബാല ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി ആവർത്തിക്കുന്നു, നീ പുറത്തു പോയി നിൽക്കുക എന്ന്. അപ്പൊ അന്നേരം എലിസബത്തിന്റെ മറുപടി, എനിക്ക് പുറത്തു പോയി നിൽക്കാൻ പറ്റില്ല, രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ. അപ്പൊ അന്നേരം ബാല, ഇത് എന്റെ വീടാണ്, നീ നിന്റെ വീട്ടിൽ പോയിരുന്നോളൂ. അപ്പൊ അന്നേരം എലിസബത്ത്, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അല്ലാതെ വലിഞ്ഞു കയറി വന്നോ എന്നല്ല. ഇത് കേട്ട ബാല കുറച്ചു നേരം സൈലന്റ് ആകുന്നു. എന്നിട്ട് ചിരിച്ചോണ്ട് പറയാണ്, ശരി ശരി ശരി, നാവിന്റെ അളവ് അളക്കണം. ഇതാണ് ഈ വോയിസ് ക്ലിപ്പിൽ മുഴുവനായിട്ടും പറയുന്ന കാര്യങ്ങൾ. ഇനി വോയിസ് റെക്കോർഡ് ചെയ്യാനുണ്ടായ സാഹചര്യത്തെയും കുറിച്ച് എലിസബത്ത് മറ്റൊരു പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് 1:30 ഒരാളെയും കൂട്ടി ബാല റൂമിലേക്ക് കയറി വന്ന സമയത്ത് ബാലയുടെ സ്വഭാവം വെച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഒരു പേടി പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടി അവരറിയാതെ റെക്കോർഡ് ചെയ്ത് വോയിസ് ആണെന്നുള്ള രീതി. പക്ഷെ ഇപ്പൊ അത് പുറത്തുവിടേണ്ട സാഹചര്യം വന്നപ്പോൾ പുള്ളിക്കാരി പുറത്തു വിട്ടു എന്നുള്ളതാണ്. എന്താ ഇതിനൊക്കെ പറയാ അല്ലേ? എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി 1:30 ഒരാളെയും കൊണ്ട് കിടപ്പ് മുറിയിലേക്ക് വരിക, എന്നിട്ട് ഭാര്യയോട് കിടപ്പ് മുറിന് പുറത്ത് നിൽക്കാൻ പറയുക, എന്നിട്ട് ഭാര്യ പറ്റില്ലെന്ന് പറയുമ്പോൾ ഇത് എന്റെ വീടാണ്, പറ്റില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ എന്ന് പറയുക. എങ്ങനെ തോന്നുന്നു ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നുള്ളതാണ്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. എന്തായാലും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ബാലയും മൊത്തമുള്ള തെളിവെന്നോണം എലിസബത്ത് മറ്റൊരു വീഡിയോ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഹായ്, ഞാൻ എലിസബത്ത് ആണ്. ആക്ച്വലി ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലൂര് താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ഇന്റെ വിരലുകൾ, ഇന്റെ കൈ, അതുപോലെ തന്നെ ആ ആക്ടറിന്റെ വിരലുകൾ ആക്ടറിന്റെ കൈയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എലിസബത്ത്, അതുപോലെ തന്നെ പുള്ളിയുടെ പേര് ഇന്റെ റിംഗിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ഇന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റിംഗ് എക്സ്ചേഞ്ച്. ഇത് കലൂര് വീട്ടിൽ പുള്ളിയുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ നടത്തിയ റിംഗ് എക്സ്ചേഞ്ച് ആണ്. അതിന്റെ വീഡിയോ ആണ് ഇത്. ഇത് അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഇന്നെ പറ്റിക്കാനാണോ അതോ ശരിക്കും നടത്തിയതാണോ ഇപ്പൊ എനിക്കറിയില്ല എന്താ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം? കല്യാണം നടത്തിയിട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ ഭാര്യനെ അറിയില്ല, എന്റെ ഭർത്താവ് ആക്ടറാണോ ഡോക്ടറാണോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചിട്ട് വൈഫ്, അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാലയിടുക, കുങ്കുമം തൊടുക, ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഓക്കെ, ഇവര് തമ്മിൽ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയ ഒരു വീഡിയോ ആണ് പുള്ളിക്കാരി ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ളത് അല്ലെ. ഇങ്ങനെ ഓരോരോ തെളിവുകളായിട്ട് എലിസബത്ത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, തനിക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ തെളിവായിട്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ എടുക്കല്ലോ. മറ്റൊന്നല്ല, താൻ ആർക്കെതിരെയാണ് കളിക്കണമെന്നുള്ള ബോധം എലിസബത്തിന് നല്ലോണം ഉണ്ട്. ഒന്നില്ലെങ്കിലും അയാൾ കൂടെ കുറച്ചു കാലം ജീവിച്ച ആളല്ലേ. അയാളുടെ ഹോൾഡും പണവും പിടിപാടും എല്ലാം എലിസബത്തിന് നല്ല ബോധ്യമുണ്ട്. തന്റെ കാര്യം സാധിക്കാൻ വേണ്ടി അയാൾ ഏത് തരത്തിലും അതിനെ ഉപയോഗിക്കുമെന്നും എലിസബത്തിന് അറിയാം. അതുകൊണ്ടാണല്ലോ എലിസബത്ത് ഇത്രയും കാലം മൗനം പാലിച്ചത്. പക്ഷെ ഇപ്പം പ്രതികരിക്കാനുള്ള കാര്യം പുള്ളിക്കാരിക്ക് എവിടുന്ന് കിട്ടി, അതുകൊണ്ട് മാത്രം പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എലിസബത്തിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വോയിസ് ഓവർ ആയിട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എത്രയും പെട്ടെന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞു തീർക്കണമെന്ന് ധൃതിയുള്ള പോലെയാണ് എലിസബത്ത് ഓരോ വീഡിയോയിലും സംസാരിക്കുന്നത്. ഇനിയും എലിസബത്തിന് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാണ് എലിസബത്തിന് ഇവിടുത്തെ
മാധ്യമങ്ങളാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ നമുക്കറിയാം. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ കവറപ്പ് ചെയ്യാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ. പീഡനവും കൊലപാതകവും മരണവും എല്ലാം അടക്കം. നാട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ മീഡിയ നേരെ അവിടെ എത്തും, അവിടുന്ന് ബൈറ്റ് എടുക്കും, അത് എക്സ്ക്ലൂസീവ് ആക്കി മാറ്റും. ഇതൊരു പതിവ് രീതിയായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാധ്യമങ്ങൾ ഇത്രയും അധികം വെളിപ്പെടുത്തലുകൾ എലിസബത്ത് നടത്തിയിട്ടും എലിസബത്തിനൊന്ന് പോയി കാണാനോ എലിസബത്തിന് ഭാഗം കേൾക്കാനൊന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ബാലയുടെ പിടിപാട്. എന്നാൽ നേരെ മറിച്ച് ഇന്നലെ ബാല സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് എലിസബത്തിനെതിരെയും മറ്റു കുറച്ച് യൂട്യൂബേഴ്സിനെതിരെയും പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടിലെ സകല മീഡിയാസും ബാലയുടെ ചുറ്റും കൂടി എന്നുള്ളതാണ്. ബാലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സംപ്രേഷണം ചെയ്യാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും. ഒന്ന് വേണം, ഇന്നലെ മനോരമ ന്യൂസിൽ വന്ന ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എന്നാ ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജാബാ. ഒരു സെലിബ്രിറ്റിയെ ഒരു പേരെടുത്തിട്ട് ரொம்ப டிஸ்டர்பிங் ஆனல. என் ஒய்ஃபை வந்து கோகிலாவை எடிவாடினொക്കെ വിളിക്കുന്നു. ഇത് എവിടത്തെ സംസ്കാരം ഇത്? நான் ஃபாதர், இவ டாக்டர்ன்றா. நாங்கள் ஹஸ்பண்ட் ஒய்ஃபை எங்கே சகிக்கும்? இதுக்கு ஒரு ஃபுல் ஸ்டாப் வேண்டு. இது வந்து ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரிஸ் இல்லை, എപ്പിസോഡാ. நான் யாரை குறித்து പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്. മനസ്സ് നൊന്ത് പോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും റേപ്പ് ചെയ്താൽ അത് എങ്ങനെ റേപ്പ് ആവും? ഇല്ല, ഒരിക്കലാവൂല. പിന്നെയും ചെയ്താൽ അത് റേപ്പ് ആവൂല, റേപ്സ് ആകും. ഒരു എസ് കൂടെ ചേരുക. അല്ലാണ്ട് എന്താ ഞാൻ ഇതിനൊക്കെ മറുപടി പറയാം? നിങ്ങൾ എന്നെ പറ. ഒരു വട്ടം ചെയ്താൽ റേപ്പ് ആവും, പിന്നെ ചെയ്താൽ റേപ്പ് ആവൂരാന്നൊക്കെ. എന്ത് ഒരാൾ ഒന്നിലധികം വട്ടം പീഡിപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ അത് പിന്നെ പീഡനാവില്ലായിരിക്കും. നിങ്ങളുടെ പീഡനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നത് എലിസബത്തിന് നിവൃത്തികേടുകൊണ്ടാണ്. അത് എലിസബത്ത് തന്നെ പലപ്പോഴും അവരുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുമുണ്ട് അല്ലെ. എന്തായാലും ഇത് വല്ലാത്തൊരു തരം ന്യായീകരനായി പോയി ബാലിച്ചേട്ടാ. എന്തായാലും ഈ ബാല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ മീഡിയക്കാർ കവറപ്പ് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെ. എന്തായാലും ഇത് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എലിസബത്ത് നല്ലോണം ഇട്ടിട്ട് ബാലക്കും മീഡിയാസിനും കൊടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും കേട്ടു നോക്കാം. പിന്നെ ഞാൻ റേപ്പ് ചെയ്യോ? എനിക്ക് റേപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോ ഈ റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്? ഈ വേറെ ആളുടെ മുമ്പിൽ വെച്ച് ചെയ്ത സംഭവം എന്താണ്? വേറെ ആളിനെ രാത്രി ബെഡ്റൂമിലേക്ക് കയറ്റുന്നത് എന്താണ്? ഇത്ര കാലം കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് അത് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇതൊന്നും ചോദിക്കാൻ ഒരു മീഡിയക്കാർക്ക് അറിയില്ല. ഇല്ല, അവർക്ക് ബാലച്ചേട്ടൻ പറയുന്നത് കേട്ട് നിൽക്കാൻ അറിയൂ. ചിലപ്പോ മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടാവേ ബാലയോട് തിരിച്ചൊന്നും ചോദിക്കേണ്ട, ബാല പറയുന്നത് മാത്രം കവർ ചെയ്താൽ മതിയെന്ന്. അതാണ് അവര് ബാല പറയുന്നതും കേട്ട് മിണ്ടാത്തതെല്ലാം സംരക്ഷണം ചെയ്തത്. എന്തായാലേ പണവും ഹോൾഡും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ മീഡിയ വരെ വിലക്ക് വാങ്ങിക്കാൻ പറ്റും. അക്കാര്യത്തിൽ ബാലനെ സമ്മതിച്ചെന്ന് കേട്ടോ. ഇവിടുത്തെ മീഡിയകളെ ബാല വിലക്ക് വാങ്ങിച്ചല്ലോ. ഇവിടെ ബാലയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനാകണമായിരുന്നു. അവനെ ചോദ്യം ചെയ്ത് അവനെ വായിന്ന് എന്തെങ്കിലും വരുമ്പോഴേക്കും 100 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് അവന് വെള്ളം കുടിപ്പിച്ചേനെ. നമ്മുടെ മറ്റേ ഗോപൻ സ്വാമിന്റെ മകനൊക്കെ വെള്ളം കുടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് എത്തരത്തിലാണെന്ന്. എന്നാൽ അന്ന് അങ്ങനെ ചെയ്ത മാധ്യമങ്ങൾ നേരെ ബാലച്ചേട്ടന് മുന്നിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു 10% പോലും പുറത്തെടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നല്ല മികച്ചൊരു മാധ്യമ ധർമ്മം തന്നെ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. എന്തായാലും നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ബാലയ്ക്കെതിരെ സംസാരിക്കുന്ന പല യൂട്യൂബേഴ്സിനെതിരെയും ബാല കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികം ഇനിയൊരു പക്ഷേ ബാലയുടെ ഹോൾഡ് വെച്ച് പുള്ളിക്കാരനാണെങ്കിൽ നിയമവും വിലക്ക് വാങ്ങിക്കാൻ പറ്റും. പുള്ളിക്കാരൻ അത് ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഇവിടെ പൊതുജനത്തിന് അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. പൊതുജനം ഇപ്പോഴും എലിസബത്തിന് കൂടെ തന്നെയാണുള്ളത്. ഇവിടുത്തെ നിയമത്തെയും മാധ്യമങ്ങളെയും ബാല വിലക്ക് വാങ്ങിച്ചാലും പൊതുജനത്തെ അത്ര പെട്ടെന്നൊന്നും വിലക്ക് വാങ്ങിക്കാൻ കഴിയില്ല. എന്തായാലും പൊതുജനം എന്നും എലിസബത്തിനൊപ്പം തന്നെയായിരിക്കും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.